കേരളത്തിലെ ആലത്തൂർ ലോകസഭാ മണ്ഡലത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ആലത്തൂർ ലോകസഭാ മണ്ഡലത്തിലെ ഇപ്പോഴത്തെ എം.പിയാണ് രമ്യ ഹരിദാസ്. ആലത്തൂർ മണ്ഡലത്തിൽ രമ്യ ഹരിദാസ് എം.പി ആയിട്ട് 5 വർഷത്തെ സേവനം പൂർത്തീകരിക്കുമ്പോൾ എന്ത് കാര്യമാണ് ആ മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടി എടുത്തു പറയത്തക്കതായി ചെയ്തിട്ടുള്ളത് എന്ന് പറയുവാൻ ഉണ്ടാകണം. എവിടെയെങ്കിലും ഒരു ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചതുകൊണ്ടോ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കിയതുകൊണ്ടോ അത് എം.പിയുടെ സേവനത്തിൻ്റെ ഭാഗമാകുകയില്ല. തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക പദ്ധതിയുടെ ഭാഗമാണ്. അത് ഒരു എം.പിക്കും അവകാശപ്പെടാനില്ല. അപ്പോൾ എം.പിയുടേതായി എന്തെങ്കിലും ആ മണ്ഡലത്തിൽ വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ ഒരു കാര്യം രമ്യ ഹരിദാസ് നടപ്പാക്കിയതായിട്ട് ഇപ്പോൾ അറിവില്ല. രമ്യ ഹരിദാസ് 1734 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തിയെന്നാണ് ഇവർ വിശദീകരിക്കുന്നത്. ഇത് തെറ്റാണ്. ഒരു എം.പിക്ക് ആകെ 17 കോടി രൂപയുടെ എം.പി ഫണ്ടേയുള്ളൂ. അപ്പോൾ ജനങ്ങളെ ഇവർ എത്രമാത്രം പറ്റിക്കുന്നു എന്ന് നോക്കുക. അത് കയ്യോടെ പിടിച്ചിരിക്കുകയാണ് ഇദ്ദേഹം. അത് കേന്ദ്രത്തിന്റെ കണക്കിൽ ഉൾപ്പെടുത്താത്തത് എന്താണെന്നുള്ളതാണ് ഒരു ചോദ്യം. ഞാനൊരു കാര്യം ചോദിച്ചു. ആലത്തൂരിന്റെ പാർലമെന്റിന്റെ ചർച്ച നമ്മളിവിടെ നടക്കുന്നു. നമുക്ക് കൃത്യമായിട്ട് ദേശീയ പൊളിറ്റിക്സും കേരള പൊളിറ്റിക്സും ഒക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഈ കേരളത്തിനകത്ത് കർഷകനോട് നീതികേട് കാണിച്ച ഇവർക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് ഞങ്ങളോട് ചോദ്യം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളുടെ ഗുണഭോക്താക്കളായിട്ട് ഇരുന്നിട്ട് ആ ഗുണഭോക്താക്കളായി ഇരുന്ന ആ ഗുണവും വാങ്ങിച്ചു വെച്ചിട്ട് കിസാൻ സമ്മാൻ നിധി അടക്കമുള്ള, മാതൃവന്ദൻ യോജന അടക്കമുള്ള, ഉജ്ജ്വല യോജന അടക്കമുള്ള, സൗഭാഗ്യ യോജന അടക്കമുള്ള, ഫസൽ ഭീമ യോജന അടക്കമുള്ള, സ്റ്റാൻഡ് ബൈ മിത്ര സ്റ്റാർട്ടപ്പ് പദ്ധതികൾ അടക്കമുള്ള കൃത്യമായ പദ്ധതികൾ നേടിയെടുത്ത് വനിതാ ബിൽ അവതരിപ്പിച്ച് ഈ നാടിനോട് കൂറ് കാണിച്ച് 10 വർഷം കൊണ്ട് ഇന്ത്യയെ കൈപ്പിടിച്ചുയർത്തിയ പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ ഈ ആലത്തൂർക്ക് കൊണ്ടുവരാൻ കഴിവില്ലാത്തവരുടെ എം.പി ആയി അങ്ങയുടെ എം.പി മാറി. നോക്കൂ, എന്ത് വലിയ നാണക്കേടാണ്. 1734 കോടി രൂപ ചെലവാക്കിയത്ര ഹൈമാസ്റ്റ് വിളക്കിൽ വികസനം ഒളിപ്പിച്ചിരിക്കുന്നവരുടെ എം.പി 1734 കോടി തൊഴിലുറപ്പ് പദ്ധതി മൂപ്പരുടെ പേരിൽ വെച്ചിരിക്കുക. 1734 കോടി നോട്ടീസ് ആണോ സജീഷ്? 17 കോടിയാണ് ഒരു എം.പിയുടെ ഫണ്ട്. 1734 കോടി എങ്ങനെ വരും? വഞ്ചന, ജനങ്ങളെ പറ്റിക്കല്. അതിൽ 1-ാം നമ്പർ കോൺഗ്രസ്, 2-ാം നമ്പർ സർക്കാരും മുന്നിൽ വെച്ച് 8 കൊല്ലമായി വഞ്ചിക്കുന്നു. ഒരു സംശയം വേണ്ട അരുൺകുമാർ, നിസ്സംശയം എഴുതി വെച്ചോ. ഈ കേരളത്തിൽ നിന്ന് ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള എം.പിമാർ ഡൽഹിയിലേക്ക് പോകും. കേരളത്തിലെ 20 പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് മത്സരിക്കുന്ന 20 സ്ഥാനാർത്ഥികളുടെയും പേര് വിവരങ്ങൾ ബി.ജെ.പി. പുറത്തുവിട്ടിരിക്കുന്നു. ഇതിൽ 5 വനിതാ സ്ഥാനാർത്ഥികളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റു 2 മുന്നണികളെ അപേക്ഷിച്ച് നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യം നൽകിയിട്ടുള്ള ഒരു മുന്നണി എന്തായാലും ബി.ജെ.പി. തന്നെയാണ്. കേരളത്തിലെ 20 പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും പേരിന് മാത്രമാണ് വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തിയത്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ബി.ജെ.പി. 5 വനിതാ സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിട്ടുള്ളത്. അതും 5 പേരും വളരെ ശക്തരായിട്ടുള്ളവരും ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലുമാണ് അവരെ നിർത്തിയിട്ടുള്ളത്. ഇത് പ്രധാനമന്ത്രിയുടെ നാരീശക്തിയുടെ പൂർത്തീകരണമാണ്. അതായത് കാസർഗോഡും പൊന്നാനിയും ആലത്തൂരും ആലപ്പുഴയിലും ഇടുക്കിയിലും ബി.ജെ.പിയുടെ സ്ത്രീ സാന്നിധ്യമാണ് അവർ പ്രകടമാക്കിയിരിക്കുന്നത്. അതിൽ ആലത്തൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഡോക്ടർ ടി.എൻ. സരസു പാലക്കാട് വിക്ടോറിയ കോളേജിലെ അധ്യാപികയും പിന്നീട് ആ കോളേജിലെ തന്നെ പ്രിൻസിപ്പാളായി റിട്ടയർഡാകുകയും ചെയ്ത ഡോക്ടർ ടി.എൻ. സരസു എന്ന ആ അധ്യാപികയെ ആരും മറന്നിട്ടുണ്ടാകാൻ ഇടയില്ല. കാരണം കേരളത്തിലെ SFI എന്ന തീവ്രവാദി സംഘടന ആ ഗുരുനാഥ റിട്ടയർഡാകുന്ന അന്ന് ആ കോളേജിൻ്റെ മുറ്റത്ത് ഒരു കുഴിമാടവും 4 റീത്തും സമർപ്പിച്ച് അവരോട് ചെയ്ത കൊടും ക്രൂരത ഒരാളും തന്നെ മറന്നിട്ടുണ്ടാകാൻ സാധ്യതയില്ല. 26 വർഷത്തെ പഴംപുരാണത്തിന് വിരാമം ഞങ്ങളെ വിട്ടൊഴിഞ്ഞു പോകുന്നു എന്ന കുറിപ്പും കാണപ്പെട്ടു. SFI വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപക സംഘടനയിലെ ചിലരും ഇതിന് പിന്നിലുണ്ടെന്ന് പ്രിൻസിപ്പൽ ആരോപിക്കുന്നു. ശവകുടീരം ഉണ്ടാക്കിയതും അവിടെ റീത്ത് വെച്ചതും
അതിൻ്റെ കുറിപ്പുകൾ ഉണ്ടാക്കി വെച്ചതും അതുപോലെ തന്നെ പൂവെല്ലാം ഇട്ടതും SFIയുടെ മാത്രം മെമ്പേഴ്സാണ്. പക്ഷേ SFIക്കാരെ കൊണ്ട് ഇടതുപക്ഷ അധ്യാപക സംഘടനയിലുള്ള AKGCTയിലെ ചില അധ്യാപകരാണ് ഇത് ചെയ്യിപ്പിച്ചതെന്ന് 100% ഞാൻ വിശ്വസിക്കുന്നുണ്ട്. 26 വർഷം വിക്ടോറിയ കോളേജിൽ അധ്യാപികയായിരുന്ന ഡോക്ടർ സരസു കഴിഞ്ഞ ജൂലൈയിലാണ് പ്രിൻസിപ്പൽ സ്ഥാനത്തെത്തിയത്. എൻ്റെ സ്വന്തം വീട് പോലെ, എൻ്റെ മക്കളെ പോലെ കരുതി 27 കൊല്ലം വിക്ടോറിയ കോളേജിന് വേണ്ടി മാത്രം ഞാൻ നല്ലോണം അധ്വാനിച്ചിട്ടുണ്ട്. അതിനെനിക്ക് അവസാനം ശവക്കുഴി. ജില്ലാ പോലീസ് മേധാവിക്ക് കൊടുത്ത പരാതിയിൽ ടൗൺ നോർത്ത് പോലീസ് അന്വേഷണം തുടങ്ങി. അവരുടെ ഗുണ്ടായിസം, അവരുടെ തോന്നിവാസം, അവരുടെ അഴിഞ്ഞാട്ടം, അതിന് ഞാൻ തടസ്സം നിന്നിട്ടുണ്ട്. അതാണ് എന്നോട് അവർക്ക് ദേഷ്യം വരാൻ കാര്യം. സംസ്കാരം അനുസരിച്ച് ഗുരുനാഥന്മാരെ ഈശ്വരനു തുല്യമായി കാണുന്ന ഈ സങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമായി കുറെ കുട്ടിപ്പട്ടികളെ പോറ്റി വളർത്തുന്ന ഒരു അധ്യാപകരുടെ ഒരു സംഘടന തന്നെ കോളേജിൽ പ്രവർത്തിക്കുന്നതായി ഡോക്ടർ TN സരസു പല അഭിമുഖങ്ങളിലും പ്രതിപാദിക്കുന്നതായി കാണാം. ഇടതുപക്ഷ അനുകൂല അധ്യാപക സംഘടന ശരിക്കു പറഞ്ഞാൽ SFI എന്ന ഭീകര സംഘടനകൾക്ക് വേണ്ട ഒത്താശകൾ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നടത്തിക്കൊടുക്കുന്നു. SFI എന്ന ഭീകര സംഘടനയുടെ പ്രത്യേകത പകൽ വെളിച്ചത്ത് അവർ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളും അവരുടെ മുദ്രാവാക്യം പഠിക്കുക പോരാടുക എന്നാണ്. രാത്രിയായാൽ ഭീകര സംഘടനയായി മാറുക, കൊല്ലുക തിന്നുക എന്നതായി മാറുന്നു. ഇതാണ് അവരുടെ മുദ്രാവാക്യം. അതായത് ഇരുട്ടിൻ്റെ മറവിൽ വരുമ്പോൾ അവരുടെ മുഖവും ക്രൂരമായി തീരുന്നു. SFI എന്ന ഭീകര സംഘടനയുടെ നേതാവായ ആർഷോയിന് വരെ ഈ അടുത്തു നടന്ന സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിൽ പങ്കുണ്ടെന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. അതായത് പണ്ട് പ്രവർത്തിച്ചിരുന്ന SFIയുടെ നേതാക്കന്മാർ ഇന്ന് അധ്യാപകരായും പല മന്ത്രി SFI എന്ന ഭീകര സംഘടനയുടെ നേതാവായ ആർഷോയിന് വരെ ഈ അടുത്തു നടന്ന സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിൽ പങ്കുണ്ടെന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. അതായത് പണ്ട് പ്രവർത്തിച്ചിരുന്ന SFIയുടെ നേതാക്കന്മാർ ഇന്ന് അധ്യാപകരായും പല മന്ത്രിമാരായും പ്രവർത്തിക്കുന്നു. ആ മന്ത്രിമാർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ആലോചിക്കുക, നിങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കേണ്ട കോളേജുകളിൽ വരെ അവർക്ക് സംരക്ഷണം ഉണ്ടാവുകയില്ല. 25 വർഷത്തോളം ഒരു കോളേജിലെ അധ്യാപികയായിരുന്ന ആ കോളേജിൻ്റെ പ്രിൻസിപ്പാളായി പിരിയുന്ന അന്ന് തനിക്ക് കുഴിമാടം തീർക്കുകയും അവിടെ റീത്ത് സമർപ്പിക്കുകയും ചെയ്ത ഒരു വിദ്യാർത്ഥി സംഘടനയെ നിയന്ത്രിക്കുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിൻ്റെ നേതാവാണ് ബേബി. അദ്ദേഹം ആ കുട്ടികളുടെ പ്രവൃത്തിയെ ന്യായീകരിക്കുകയും അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ ചെയ്തു കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. നേതാക്കന്മാരുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തിയാണ് SFI എന്ന സംഘടന തീവ്രവാദി സംഘടനയായി മാറുന്നതിന് കാരണം. കേരളത്തിലെ SFI എന്ന ഭീകര സംഘടനയുടെ എല്ലാ മുഖങ്ങളും നല്ലവണ്ണം അറിയാവുന്ന ഒരു അധ്യാപികയെ തന്നെയാണ് ആലത്തൂരിലെ സ്ഥാനാർത്ഥിയായി BJP നിർത്തിയിട്ടുള്ളത്. 1959 പത്തനംതിട്ടയിലെ വെള്ളിക്കുളത്തായിരുന്നു ഡോക്ടർ TN സരസു ജനിച്ചത്. തിരുവല്ല ബഹനാൻ സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. അതിനുശേഷം പത്തനംതിട്ടയിലെ കോഴഞ്ചേരി കോളേജിൽ നിന്ന് BScയും MScയും പാസ്സായ ശേഷം കൊച്ചിൻ CMFRIയിൽ നിന്ന് മറൈൻ ബയോളജിയിൽ PhDയും അതേ സമയത്ത് തന്നെ ഫെലോഷിപ്പും ലഭിച്ചിരുന്നു. ഡോക്ടർ TN സരസുവും അവരുടെ ഭർത്താവായ അജയകുമാറും കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായിരുന്നു. ചില ഇടതുപക്ഷ അധ്യാപക സംഘടനകളും SFI എന്ന ഭീകര സംഘടനയുമാണ് അവരെ ഇതിൽ നിന്ന് മാറ്റി ചിന്തിക്കുന്നതിന് ഇടയാക്കിയതെന്ന് അവർ തന്നെ പല അഭിമുഖങ്ങളിലും വ്യക്തമാക്കുന്നുണ്ട്. എന്തുകൊണ്ടും ആലത്തൂരിലെ ജനങ്ങൾക്ക് അനുയോജ്യയായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് BJP നിർത്തിയിട്ടുള്ളത്. കാരണം ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും അറിവുമുള്ള ഒരു നല്ല വികസന കാഴ്ചപ്പാടുമുള്ള സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ TN സരസു. മോഡിജിയുടെ വികസന സ്വപ്നങ്ങൾക്ക് കൂടുതൽ മാറ്റുകൂട്ടുന്നതിനും കേരളം ഇന്ന് വികസനം എന്ന് പറഞ്ഞാൽ മുരടിച്ച ഒരു സംസ്ഥാനമാണ്. മറ്റുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ മുന്നിൽ കേരളം പരിഹാസ്യപാത്രമായി നിൽക്കുമ്പോൾ കേരളത്തിൽ നിന്ന് നല്ല ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്ത് അയച്ചാൽ കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുമെന്ന് ആലത്തൂരിലെ ജനങ്ങൾ തന്നെയാണ് വിചാരിക്കേണ്ടത്. അല്ലാത്ത പക്ഷം ഈ ശ്രീധരനെ തോൽപ്പിച്ച പോലെ തോൽപ്പിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ പരാജയം തന്നെയായിരിക്കും. ഇതുപോലുള്ള ഒരു അവസരം ഇനി 5 വർഷം കഴിയുമ്പോഴേ നിങ്ങൾക്ക് ലഭിക്കൂ എന്ന് ആലോചിക്കുക. എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം തന്നെയാണ് മോഡിയുടെ കാഴ്ചപ്പാടും ഡോക്ടർ TN സരസുവിൻ്റെ കാഴ്ചപ്പാടും അതുതന്നെയാണ്.
ആലത്തൂരിലെ LDFിൻ്റെ സ്ഥാനാർത്ഥിയാണ് കെ രാധാകൃഷ്ണൻ. BJP സ്ഥാനാർത്ഥിയുടെ വിദ്യാഭ്യാസ യോഗ്യത വ്യക്തമായി നമ്മൾ ഇവിടെ രേഖപ്പെടുത്തുകയും എതിർ സ്ഥാനാർത്ഥികളുടെ വിദ്യാഭ്യാസ യോഗ്യത രേഖപ്പെടുത്താതിരിക്കുന്നതും മനഃപൂർവ്വമല്ല. കെ രാധാകൃഷ്ണൻ മന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യത അന്വേഷിച്ചാൽ കാണുകയില്ല. വടക്കാഞ്ചേരി വ്യാസ കോളേജിലും കേരളവർമ്മ കോളേജിലും ഇദ്ദേഹം പഠിച്ചതായി പറയുന്നു. SFI എന്ന ഭീകര സംഘടനയുടെ നേതാവുമായതുകൊണ്ട് വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് വലിയ പ്രസക്തി ഉള്ളതായി കാണുന്നില്ല. അത് അന്വേഷിച്ചാൽ ഒട്ട് കാണുകയുമില്ല. ദേവസ്വം ബോർഡ് മന്ത്രി ദേവസ്വം ആചാരങ്ങളെക്കുറിച്ചോ ക്ഷേത്ര ആചാരങ്ങളെക്കുറിച്ചോ ഒരു അറിവുമില്ലാത്ത ഒരു വിവരദോഷി. ഒരു ദേവസ്വം മന്ത്രിക്ക് അല്പമെങ്കിലും വിവരം വേണ്ടതാണ്. ശബരിമലയിൽ ദർശനത്തിൽ പോയിട്ട് അവിടെ നിന്ന് തീർത്ഥം വാങ്ങി അതുകൊണ്ട് കൈ കഴുകി ഹിന്ദുക്കളെ ഒട്ടാകെ ഇദ്ദേഹം അപമാനിക്കുകയാണ് ചെയ്തത്. ദേവസ്വം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളെങ്കിലും പാലിക്കുവാനുള്ള വിവരം ഈ വിവരദോഷിക്ക് ഇല്ലാതെ പോയി. അത്രയും വിവരം കെട്ട ഒരു മന്ത്രിയെ ഹിന്ദുവിൻ്റെ ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏൽപ്പിക്കുമ്പോൾ അത് ഹിന്ദുവിനെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഓരോ ഹിന്ദുക്കളും ഓർക്കുക, നിങ്ങളുടെ പാരമ്പര്യത്തെയാണ് ഇവർ ചോദ്യം ചെയ്യുന്നത്. അന്തംഗമ്മികളായ കമ്മ്യൂണിസ്റ്റുകാരോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം കഴുതകളെ ഇതിനേക്കാൾ കൂടുതൽ പറഞ്ഞു ബോധ്യപ്പെടുത്താം. കമ്മ്യൂണിസ്റ്റുകാരനെ ബോധ്യപ്പെടുത്തുവാൻ കഴിയുകയില്ല എന്നതാണ് വാസ്തവം. കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ അന്തംഗമ്മികൾ തന്നെയാണ്. എത്ര കൊണ്ടാലും കിട്ടിയാലും പഠിക്കാത്ത ഒരു വിഭാഗമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഹിന്ദുക്കൾ. മറ്റു മുസ്ലിമുകളോ ക്രിസ്ത്യാനികളോ അവരെ ഇതേപോലെ അവഹേളിച്ചാൽ പിറ്റേ ദിവസം അവർ ആ പാർട്ടിയിൽ ഉണ്ടാകുകയില്ല. അവർക്ക് അല്പമെങ്കിലും ബോധമുണ്ട്. എന്നാൽ ഹിന്ദുവിന് അല്പം പോലും ബോധമില്ല എന്നതിന് തെളിവാണ് അവരുടെ പിന്നാലെ പട്ടിയെപ്പോലെ പിന്നെയും വാലാട്ടി നടക്കുന്നത്. UDFിൻ്റെ സ്ഥാനാർത്ഥിയാണ് രമ്യ ഹരിദാസ്. ഇപ്പോഴത്തെ MP കൂടിയാണ്. ഇവർ ജയിച്ചതുകൊണ്ട് ആലത്തൂരിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ലഭിക്കുവാനില്ല. രമ്യ ഹരിദാസ് ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട MP കൂടിയാണ്. എന്നാൽ ഇവരുടെ വിദ്യാഭ്യാസ യോഗ്യത ലഭ്യമല്ലാത്തതിനാൽ അതും പ്രതിപാദിക്കുവാൻ കഴിയുന്നില്ല. MP ഫണ്ട് ഉപയോഗിച്ച് ചില വികസന പ്രവർത്തനങ്ങൾ ഇവർ നടത്തിയെന്ന് പറയുന്നുണ്ട്. ബസ് കാത്തു നിൽക്കുന്ന വെയിറ്റിംഗ് ഷെഡുകൾ നിർമ്മിക്കുക, ഹൈമാക്സ് ലൈറ്റ് നിർമ്മിക്കുക, ഏതെങ്കിലും സ്കൂളിൻ്റെ തകർന്ന ഭാഗങ്ങൾ നിർമ്മിച്ച് അവിടെ വലിയ അക്ഷരത്തിൽ MPയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതെന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ച് അതുകൊണ്ട് പേരുണ്ടാക്കുവാൻ ഇവർ ശ്രമിക്കുന്നു. ആ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ പണികളിലെല്ലാം ഇവർ വലിയ അഴിമതി കാണിച്ച ആ പൈസയും ഇവർ അടിച്ചു മാറ്റിയിട്ടുണ്ടാകും. പുതിയതായി യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടി പുതിയതായി വ്യവസായങ്ങൾ ആരംഭിക്കുകയോ അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും തൊഴിൽ നൽകുന്നതിനുള്ള കോഴ്സുകൾ ആരംഭിക്കുന്ന സ്ഥാപനങ്ങൾ തുടങ്ങുകയോ അത്തരത്തിലുള്ള ഒരു സംരംഭങ്ങളും രമ്യ ഹരിദാസ് ആലത്തൂർ മണ്ഡലത്തിൽ തുടങ്ങിയതായി നമ്മൾക്ക് അറിവില്ല. വികസനം ഉണ്ടാകണമെങ്കിൽ തൊഴിൽ സാധ്യതകളും മറ്റു സംരംഭങ്ങളും പുതിയതായി കേരളത്തിൽ ആരംഭിക്കണം. അത്തരത്തിലുള്ള ഒരു നടപടിയും LDFിൻ്റെ ഭാഗത്തു നിന്നോ UDFിൻ്റെ ഭാഗത്തു നിന്നോ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അത്തരത്തിലുള്ള ഒരു MPയെ ഇവിടെ നിന്ന് നിങ്ങൾ ജയിപ്പിച്ച് വിടേണ്ട ആവശ്യവുമില്ല. എല്ലാ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അതിൻ്റെ മാറ്റവും പുരോഗതിയും ഇന്ന് ദർശിക്കുവാൻ കഴിയുന്നു. കേരളത്തിൽ മാത്രം LDFും UDFും മാറി മാറി ഭരിച്ച് അധപ്പതനത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ പോലും ലഭിക്കാത്ത സ്ഥിതിയിലേക്ക് കേരളത്തിൻ്റെ സാമ്പത്തികാവസ്ഥ എത്തിച്ചതിന് ഇവർ രണ്ടുപേരും ഉത്തരവാദികളാണ്. ഇവർ പരസ്പരം വോട്ട് മറിച്ചുകൊണ്ട് ഓരോ മണ്ഡലത്തിലും BJP ജയിക്കുമെന്ന സാധ്യത വന്നാൽ അവിടെ ഇവർ പരസ്പരം അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ് കളിക്കുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രിയായി വരാൻ സാധ്യതയുള്ള ഗവൺമെൻറ് രൂപീകരിക്കാൻ സാധ്യതയുള്ള കക്ഷിക്ക് വിജയം ഉറപ്പാക്കണം. ആർക്കും ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത്. അപ്പോൾ
ഏറ്റവും കൂടുതൽ അംഗബലമുള്ള പാർട്ടി ഏതാണോ ആ പാർട്ടിയുടെ നേതാവിനെയാണ് മന്ത്രിസഭ രൂപീകരിക്കാൻ വിളിക്കുക. രാഹുൽ ഗാന്ധിയെ വിളിക്കണമെങ്കിൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ അംഗബലമുള്ള പാർട്ടിയാവണം. ഇവിടെ മത്സരിക്കുന്ന കോൺഗ്രസ്സുകാരെ എല്ലാം അതിന് ജയിപ്പിക്കാൻ തയ്യാറാകണം. ഇവിടുത്തെ LDFന്റെ സ്ഥാനാർത്ഥി വിജയിച്ചില്ലെങ്കിലും രണ്ടു കൂട്ടരും BJPക്ക് എതിരാണല്ലോ. അപ്പോൾ പ്രധാനമന്ത്രിയായി വരാൻ സാധ്യതയുള്ള ഗവൺമെന്റ് രൂപീകരിക്കാൻ സാധ്യതയുള്ള കക്ഷിക്ക് വിജയം ഉറപ്പാക്കണം. കാരണം ജനങ്ങൾ ഒരിക്കലും ഈ ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നേടരുതെന്ന് ഈ രണ്ട് പ്രസ്ഥാനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയെങ്കിലും മാറ്റം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ മാറ്റി ചിന്തിക്കുക. സാധാരണ ജനങ്ങളുടെ പ്രതീക്ഷയായിരുന്നു സഹകരണ മേഖല. സഹകരണ ബാങ്കുകൾ മുഴുവൻ ഭരിക്കുന്നത് LDFും UDFുമാണ്. ആ ബാങ്കുകളിൽ മുഴുവൻ അഴിമതിയാണ് അവർ നടപ്പാക്കുന്നത്. എല്ലാ നേതാക്കന്മാരും പൈസ അടിച്ചു മാറ്റി അവരുടെ അക്കൗണ്ടിലാക്കുന്നു. പൈസ നിക്ഷേപിച്ചവർ പലരും ആത്മഹത്യ ചെയ്യുകയും പൈസ കിട്ടാതെ രോഗികളായി ആസ്പത്രിയിൽ പോലും പൈസയടക്കാതെ ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്നു. ഇത്രയും എല്ലാം സംഭവിച്ചിട്ട് പോലും കേരളത്തിലെ ജനങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നില്ല എങ്കിൽ എത്രമാത്രം കഴുതകളായിരിക്കണം മലയാളികൾ.